ബീഹാർ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ മോദി പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 500 വർഷമായി അയോധ്യയിൽ പോരാട്ടം നടക്കുകയായിരുന്നു. ആ പോരാട്ടത്തിന് ശേഷം അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുകയും ഒരു തവണ പോലും രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അത് നരേന്ദ്രമോദിയുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ശരിക്ക് മോഡിജിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അറിയാം. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൻ്റെ ചരിത്രം അറിയാം. ഈ ചരിത്രമെല്ലാം അറിയുന്ന നരേന്ദ്രമോദി അത് ശരിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. കാര്യം രാഹുൽ ഗാന്ധി അദ്ദേഹം സന്ദർശിക്കില്ല, അല്ല സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത്. സന്ദർശിക്കില്ല. കാര്യം 500 വർഷത്തെ വൻ പോരാട്ടം ആർക്കെതിരായിട്ടാണ് പോരാട്ടിയത്? വൈദേശിക ശക്തികൾക്കെതിരായിട്ടാണ്. ക്ഷേത്രം പൊളിച്ചതാണ്. ആ ക്ഷേത്രം ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചതാരാ? രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ, അമ്മ, അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർ, അങ്ങനെ ഒരു പാരമ്പര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടാതിരിക്കാൻ ആ പ്രതിമ കിട്ടിയ കാലം തൊട്ടിട്ട് അവിടെ പള്ളി ഉണ്ടായിരുന്നു എന്ന് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് വന്ന സമയത്ത്, ആ സമയത്ത് മുഴുവൻ അതിന് നിർത്തിയ ആൾക്കാരുണ്ട്. കലക്ടറെ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അയോധ്യ കലക്ടർ, ഉൾക്കൊള്ളുന്ന ജില്ലയുടെ കലക്ടർ മലയാളിയായിരുന്നു അദ്ദേഹം. അപ്പം ഈ നിലയ്ക്ക് എല്ലാമുള്ള ചരിത്രം അറിഞ്ഞിട്ട് പോലും സത്യസന്ധമായി അവിടെയാണ് ശ്രീരാമ ജന്മഭൂമി എന്ന് അറിഞ്ഞിട്ട് പോലും അതങ്ങനെ അല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്, ആരൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. രാഹുൽ ഗാന്ധിക്ക് എവിടെയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ മാതൃഭൂമി? ഭാരതമാണോ ഇറ്റലിയാണോ? ഇറ്റലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ അമ്മയും അതിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പം സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് ഭാരതത്തിനോട് എങ്ങനെയാണ് ഒരു കൂറുണ്ടാകുന്നത്? ഭാരതത്തിൻ്റെ മാനബിന്ദുക്കളോട് എങ്ങനെയാണ് കൂറുണ്ടാകുന്നത്? ഭാരതത്തിലെ ക്ഷേത്രങ്ങളോട് എങ്ങനെയാണ് കൂറുണ്ടാകുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം അത് രാമജന്മഭൂമിയിലുള്ള അയോധ്യയിലുള്ള രാമക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ രാഹുൽ ഗാന്ധിയോ അവരുടെ പാർട്ടിയോ പങ്കാളികളല്ല. അതോടൊപ്പം തന്നെ പിൽക്കാലത്ത് അതിൻ്റെ ഉദ്ഘാടനം നടന്നു. പ്രതിഷ്ഠാ ഉദ്ഘാടനം നടന്ന സമയത്ത് അതിലൊരു പങ്കാളികളായില്ല, പങ്കെടുത്തില്ല. അന്നും അതിനെ വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവൻ. ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് ബീഹാറിലെ ഛട്ട് ഉത്സവത്തെ, അവിടുത്തെ പൂജയെ രാഹുൽ ഗാന്ധി വിമർശിച്ചു. അല്ല, കേരളത്തിൽ നാം ഇത് കണ്ടിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസത്തെ എതിർക്കുക, അതിനെ പരിഹസിക്കുക, ആ ഒരു രീതി ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് ഏറ്റെടുക്കാൻ കാരണം കോൺഗ്രസിൽ നിലനിൽപ്പ് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്തണം. രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്തിയാലും നടക്കും. രാഹുൽ ഗാന്ധി എന്തെല്ലാം പറഞ്ഞോ അത് ഏറ്റുപിടിക്കാണ് എല്ലാ സ്ഥലത്തെയും, കേരളത്തിലെയും മറ്റുള്ള സ്ഥലത്തെയും കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് വിവരം വെച്ച ദേശീയ കാഴ്ചപ്പാട് കുറച്ചെങ്കിലും ഉള്ള കോൺഗ്രസ് വിടാൻ കാരണം അതാണല്ലോ. ഇപ്പോൾ അയോധ്യയിലത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ അയോധ്യയിൽ ഈ രീതിയിൽ അതിനെ പരിഹസിക്കുകയും, അയോധ്യ മാത്രമല്ല ഭാരതത്തിലത്തെ എല്ലാ കാര്യങ്ങളെയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് വരെ അവിടെ അവിടെ സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല. ഇനി രാഹുൽ ഗാന്ധി അവിടെ തൊഴാൻ പോകുന്ന പ്രതീക്ഷിക്കാൻ വേണ്ട. അങ്ങനെ പോകുകയാണെങ്കിൽ ആളുകളെ കളിപ്പിക്കും. പല സ്ഥലത്തും പോയിട്ട് ഇപ്പം ഒരു കാര്യമാണ്, ഒരു രസമായിട്ടുള്ള ക്ഷേത്രത്തിൽ കയറും ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത്. അതെ, അതവരെ കബളിപ്പിക്കാനാണ് പോണത്. ഇവരെല്ലാവരും കബളിപ്പിക്കാനാണല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നരേന്ദ്രമോദി താടിയുണ്ട്, രാഹുൽ ഗാന്ധി താടി വെച്ചു. രാഹുൽ ഗാന്ധി പണ്ട് താടി ഉണ്ടായിരുന്നില്ല, നോക്കണം. നരേന്ദ്രമോദി ക്ഷേത്രത്തിൽ നിന്ന് നീളത്തിനുള്ള, ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, ഇങ്ങനത്തെ ഇതെല്ലാം ചുട്ട് അവിടുത്തെ ആൾ തൊടിച്ചു കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധി എവിടെയാണ് പോയിട്ട് അതൊരു സന്യാസി എന്ന് പറയപ്പെടുന്ന ആളെടുത്ത് പോയിട്ട് ഇതേപോലെ തൊട്ട്.
നരേന്ദ്രമോദി സ്പീഡിൽ നടക്കുന്നത് കണ്ടിട്ട് ഇയാൾ കുറച്ച് സ്പീഡിൽ നടക്കാൻ തുടങ്ങി. അപ്പം ഈ വിധത്തിൽ നരേന്ദ്രമോദി അനുകരിച്ചാൽ ഇയാൾക്ക് പ്രധാനമന്ത്രിയാകാമെന്നുള്ള ഇയാൾ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഈ വിധത്തിലുള്ള ഒരു പരിഹാസപാത്രമായി തീരുന്നു പലപ്പോഴും രാഹുൽ ഗാന്ധി. അപ്പം അതേപോലെ തന്നെയാണ് ചിലപ്പം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടുന്ന് ഇതേപോലത്തെ അഭിനയങ്ങളൊക്കെ അഭിനയിക്കാൻ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണത്. ഇതാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ പോയിട്ടില്ല എന്നുള്ളത് പറയാനൊരു കാരണം. അപ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ള ബന്ധം ഇവിടെയല്ല. രാഹുൽ ഗാന്ധി അല്ല, അതോ ഈ ന്യൂനപക്ഷ വോട്ടുകൾ വിട്ടുപോകുമെന്നൊരു ചിന്തയായില്ലേ? ഞാൻ അതിലേക്കാണ് വരുന്നത്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കണം, ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നരേന്ദ്രമോദിയെ ഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധ പ്രവർത്തനം നടത്തണം, വിരുദ്ധ പ്രസംഗം നടത്തണം. എന്നാൽ മാത്രമേ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടൂ. അതിൽ പിടിക്കേണ്ടത് നരേന്ദ്രമോദിയെ, അമിത്ഷാ അടക്കം ഉൾപ്പെടുന്ന BJP-ക്കാരെ മുഴുവൻ ഇതുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹിന്ദുത്വവാദികളാണെന്നും കാവ്യവൽക്കരണമാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് സകല കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യ മുന്നണി മുഴുവൻ പറയാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം അവർക്ക് അതാണ്. ഹിന്ദുത്വ വിരുദ്ധമായുള്ള പ്രസംഗങ്ങളും വിധമുള്ള പ്രവർത്തനങ്ങളും നടത്തിയാലേ ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. പക്ഷേ ഭാരത ജനത 500 വർഷം അതിലും കൂടുതലുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരുതരം എത്ര ആൾക്കാർ മരിച്ചു വീണിട്ടുണ്ട്, യുദ്ധം നടത്തിയിട്ടുണ്ട്, മരിച്ചു വീണിട്ടുണ്ട്, അതിനുവേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്. വീരന്മാരായുള്ള മക്കളെ ഒരുമിച്ചിട്ട്, രണ്ടുപേരും ഒരുമിച്ചിട്ട് പോലും അവിടെ മരിച്ചു വീഴുന്ന കാഴ്ച കണ്ട അമ്മമാരുടെ ഹൃദയം, ആ ഹൃദയത്തിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ശരിക്കും നരേന്ദ്രമോദിയെപ്പോലുള്ള ആൾക്കാർ ഉയർന്നു വന്നത്. സ്വാഭാവികമായും ഇത്തരം ആൾക്കാരെ നശിപ്പിക്കാനോ അവരില്ലാതെയാക്കാനോ അവരുടെ ഭരണത്തിൽ നിന്ന് മാറ്റാനോ ഒന്നും ഇവർക്കാർക്കും സാധിക്കുന്നതല്ല. അപ്പം അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും, ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകളെ, രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ, ഇവരൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ നരേന്ദ്രമോദിക്ക് എതിരായിട്ട് രാഹുൽ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും മിക്കവാറും. അവരുടെ എല്ലാം ലക്ഷ്യം എന്താണ്? അയോധ്യയിൽ പോകാൻ മടി, അയോധ്യയിൽ പോയാൽ പ്രശ്നമാകും. അയോധ്യ എന്താണ് ഒരു പ്രശ്നമായി മാറുന്നത്? അയോധ്യയാണല്ലോ അതിൻ്റെ മുഴുവൻ കേന്ദ്രം. ഇവർ പറഞ്ഞത് അയോധ്യയിലെ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് ശേഷം, അതിനുശേഷമാണ് കോൺഗ്രസ് അല്ലാത്ത കക്ഷി അധികാരത്തിൽ വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാരമ്പര്യമില്ലാത്ത കക്ഷി അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ അധികാരത്തിൽ നിന്ന് കുറച്ചൊരു കോൺഗ്രസ് പാരമ്പര്യമുള്ളവരായിരുന്നു അതിൻ്റെ ഇല്ലാത്ത ആൾക്കാർ അധികാരത്തിൽ വന്നത്. അപ്പം ഭാരതത്തിൻ്റെ മാനബിന്ദുക്കളെ ബഹുമാനിക്കുന്നവർ, ഉൾക്കൊള്ളുന്നവർ, അതിനുവേണ്ടി ജീവിക്കുന്നത് സംരക്ഷിക്കാൻ അത്തരം ആൾക്കാർ വന്നു ഇതിൽ കൂടി എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ രാമരാജ്യം എന്നുള്ള വലിയൊരു സങ്കല്പമല്ലേ, നരേന്ദ്രമോദിയോ ആ ഭരിക്കുന്ന സർക്കാരോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന രാമരാജ്യമാണല്ലോ. അഴിമതിയില്ലാത്ത, എല്ലാവരെയും ഒരുപോലെ കാണുന്ന അത്തരം ഒരു രാജ്യത്തിനെ കുറിച്ചിട്ടാണല്ലോ ധാർമ്മികമായ ചിന്തയുള്ള ധർമ്മരാജ്യം. ആ ധർമ്മരാജ്യത്തിലേക്കുള്ള പോക്കിനെയാണല്ലോ ഇവർ എതിർക്കുന്നത്. ഇപ്പം വേറൊരു ഇത് വന്നിട്ടുണ്ട്, തൊഴിൽ രംഗം മുഴുവൻ എന്താണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വരുത്താൻ പോകണമെന്ന് പറഞ്ഞ ഒരു കള്ളപ്രചരണം. അതിലത്തെ വരികൾ ഉൾക്കൊള്ളിക്കുന്നു അതിൻ്റെ എല്ലാ സ്മൃതികളുടെയും. അത് ഒരു വലിയ തൊഴിൽ മേഖലയെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പം ഈ നിലയ്ക്കുള്ള ചില നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതിനെ മുഴുവൻ ഹൈന്ദവവൽക്കരിക്കുന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ തന്നെ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ നോക്കിയെടുത്തു, ചരിത്രത്തിൽ നിന്ന് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ചരിത്രം ശരിയാണെങ്കിൽ അതിൽ ഉൾക്കൊള്ളേണ്ടത്. ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പമാണെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ പൂർവികന്മാരെ കുറിച്ച് ചിന്തിക്കണം, പൂർവ്വചരിത്രത്തെ കുറിച്ച് ചിന്തിക്കണം. അപ്പം അത് തന്നെയാണ് ഇവിടെ അയോധ്യയിൽ ആണ് രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ. രാമക്ഷേത്രത്തിൽ മറ്റുള്ള പണികൾ കൂടി പൂർത്തിയാക്കി. ഈ പറഞ്ഞ ബീഹാറിലെ സീതാക്ഷേത്രം പണിതുകൊണ്ടിരിക്കുക. അത് നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന അമിത് ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അപ്പം അതും കൂടി ആകുമ്പോൾ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും? ഹൃദയം പൊട്ടി മരിക്കുകയോ? കാരണം അപ്പം അല്ല, അവർ എതിർത്തെടുത്ത് ഇപ്പൊ കുറഞ്ഞു വരികയാണല്ലോ, എതിർക്കാൻ ആളില്ലാത്ത രീതിയിൽ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരെ മറ്റൊരു ദൃഷ്ടിയോടുകൂടി അവർ നോക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കും? അവരെ മെല്ലെ ദേശീയ ധാരയിലേക്ക് തന്നെ പോകാൻ തയ്യാറാവും, അല്ലെങ്കിൽ മൗനമായിട്ടിരിക്കും. അപ്പം ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും ഭാരതം ഭരിക്കുന്ന പാർട്ടിയെയും എല്ലാം അവരുടെ രീതി അനുസരിച്ച് വിമർശിക്കാൻ കാരണം, എതിർക്കാൻ കാരണം. വിമർശിക്കാൻ മാത്രമല്ല, വിമർശിക്കാൻ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എതിർക്കുകയാണ്. രാജ്യത്തിന് മുഴുവൻ എതിർക്കും പോലെ ഹിന്ദുക്കളെ മുഴുവൻ എതിർക്കുകയാണ്. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഹൈന്ദവ ശക്തി ഇല്ലാതാകണം, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കണം. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. എന്നിട്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ ചടഞ്ഞു കൂടണം. കാരണം അഴിമതിയാണല്ലോ മുഖമുദ്രയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ അഴിമതിയിലാണ്, നേതാക്കന്മാരായിരുന്നവർ മുഴുവൻ അഴിമതിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മാധ്യമങ്ങൾക്കും അതിൽ പങ്കുണ്ട്. ഇവിടുന്ന് ഒരാൾ പോയിരിക്കുന്നു, ഒരു വലിയ മാധ്യമ രാജാവ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം അവിടെ പോയിട്ട് പറയുന്നത് എന്താ? മോഡി വിരുദ്ധ കാര്യങ്ങളാണ്. അപ്പം ഒന്നുമില്ല, ഇവിടെ കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ടുള്ള കളിയാണ്. ഇവർക്ക് എല്ലാവരുടെയും ഉദ്ദേശം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമ്പാദിക്കുക, വോട്ട് സമ്പാദിച്ചിട്ട് എങ്ങനെ അധികാരത്തിൽ കടന്നുകൂടുക, എന്നിട്ട് ഇവർ അഴിമതികൾ മുഴുവൻ ഇല്ലാതെയാക്കുക. ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.